ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ലേറ്റസ്റ്റായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള മലയാളം വെബ് സീരീസാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നിതിൻ രഞ്ജി പണിക്കരാണ്. ഇത് എനിക്ക് ഈ സീരീസ് എനിക്കൊരു വെൽ ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിക് പീസ് കണ്ട പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് തന്നത്. നിതിൻ്റെ തന്നെ ഒരു ഡയറക്ടോറിയൽ സ്റ്റൈൽ വളരെ റിഫ്രഷിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും പീരീഡ് സെറ്റിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും, പിന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഉണ്ട്, നല്ല പെർഫോമൻസസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ത്രെഡ്, നമുക്ക് പരിചയമില്ലാത്തൊരു ത്രെഡ്, നമുക്ക് പരിചയമില്ലാത്തൊരു സബ്ജക്റ്റ് അല്ല, പക്ഷേ ഇതിൻ്റെ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ത്രെഡ്, അത് ഡീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ വെൽ ബ്ലെൻഡഡ് ആയിട്ടൊരു നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ്, അതാണ് എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഒരു ത്രെഡിലേക്ക് പോവുകയാണെങ്കിൽ, ഈ സീരീസിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള നാഗേന്ദ്രൻ സുരാജ് വെഞ്ഞാറമൂട് ചെയ്യുന്ന ക്യാരക്ടർ വളരെ ലേസി ലൗസി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്. അതായത് പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ വയ്യാത്തതുകൊണ്ട് കല്യാണം വരെ വേണ്ടാന്ന് വെച്ചൊരു മനുഷ്യനാണ്. നാഗേന്ദ്രൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സോമൻ. സോമൻ ആ നാട്ടിലെ ഒരു വലിയ ബ്രോക്കറും ഡ്രാമ ആർട്ടിസ്റ്റൊക്കെയാണ്. ഓൺ സ്റ്റേജിലും ഓഫ് സ്റ്റേജിലും നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇവരുടെ ഒരു കാഷ്വൽ ലൈഫൊക്കെ ആ നാട്ടിൽ നടക്കുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട് കുവൈറ്റിൽ നിന്ന് വരുന്നു. രമേഷ് പിഷാരടി ചെയ്യുന്ന ചെറിയൊരു റോളാണ്. അങ്ങനെ നാഗേന്ദ്രന് ഒരു വീസ ഓഫർ ചെയ്യുന്നു. ഇതിന് കുറച്ചധികം മണി വേണം. അപ്പോൾ ഇത് ഒരു പണിയും ചെയ്യാതെ ഈ മണി എങ്ങനെ ഉണ്ടാക്കാം എന്നിവർ രണ്ടുപേരും ചിന്തിക്കുമ്പോൾ സോമൻ ഒരു വലിയ ഐഡിയ ആയിട്ട് വരുന്നു. ആ ഐഡിയ പിന്നെ സോമൻ എന്ന് പറഞ്ഞാലും ബ്ലൈൻഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് നാഗേന്ദ്രൻ. എല്ലാത്തിൻ്റെയും മാസ്റ്റർ മൈൻഡ് സോമനാണ്. അങ്ങനെ ഇവർ ഈ ഐഡിയ എക്സിക്യൂഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നാഗേന്ദ്രൻ്റെ ജീവിതം ഇങ്ങനെ ഒന്ന് മാറി മറയുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്ന അതാണ് നമ്മൾ കാണുന്ന ക്യാപ്ഷൻ, സീരീസിൻ്റെ ക്യാപ്ഷനിൽ നമ്മൾ കാണുന്ന 1 ലൈഫ് 5 വൈഫ്സ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നാഗേന്ദ്രനെ കൊണ്ട് എത്തിക്കുന്നത്. എന്തായാലും ഈ നാഗേന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഈ സ്ത്രീകളും അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, നാഗേന്ദ്രൻ ഈ സിറ്റുവേഷൻസിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് സിറ്റുവേഷണൽ കോമഡികൾ, അതെല്ലാം ഡാർക്ക് ഹ്യൂമറാണ്, പ്ലെയിൻ ഹ്യൂമറൊന്നുമല്ല, പ്ലെയിൻ കോമഡീസ് ഒന്നുമല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സീരീസ് പോകുന്നത്. അപ്പം നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന സീരീസിൻ്റെ ഓരോ എപ്പിസോഡിനും ഈ നാഗേന്ദ്രൻ്റെ ലൈഫിൽ വരുന്ന ഓരോ സ്ത്രീകളുടെ ഒരു പേരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം വരുന്നത് ജാനകിയാണ്. ആൽഫിയാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ കാലഘട്ടത്തിൽ, അതായത് ഈ സീരീസ് നടക്കുന്നത് 70s പ്രിസൈസ്ലി 1978 അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള സ്ത്രീകളുടെ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും അങ്ങനെ വളരെ വളരെ നന്നായിട്ടാണ്, വളരെ കുറച്ച് ഷോർട്സിലേ വരുന്നുള്ളൂ, ആൽഫി വരുന്നുള്ളൂ, പക്ഷേ വളരെ നന്നായിട്ടാണ് ഈ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യത്തിൽ സ്ക്രീനിൽ ഈ ക്യാരക്ടറിനെ കണ്ടപ്പോൾ. രണ്ടാമത് നമ്മുടെ ലില്ലിക്കുട്ടി. ഈ സീരീസിലെ ഏറ്റവും യുണീക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ലില്ലിക്കുട്ടി. ഒരു സെമി കാരിക്കേച്ചർ സ്കെച്ചൊക്കെ ഉണ്ട് ഈ ക്യാരക്ടറിന്. ഗ്രേസ് ആൻ്റണിയാണ് ചെയ്യുന്നത്. ഗ്രേസ് ആൻ്റണിയും പിന്നെ സുരാജ് വെഞ്ഞാറമൂടും വരുന്ന സീൻസൊക്കെ വളരെ മ്യൂച്വലി വളരെ കോംപ്ലിമെൻ്ററി ആയിട്ട് തോന്നി. അത്യാവശ്യം നന്നായിട്ട് ഗ്രേസ് അത് ചെയ്തിട്ടുണ്ട്. കാരണം ഗ്രേസിൻ്റെ ആ ലുക്സ് തന്നെ ഈ ക്യാരക്ടർ പകുതി കൺവേഡാണ്. അതുകൊണ്ട് അത് നല്ല ഒരു പോർട്രയലായിട്ടാണ് തോന്നിയത്. മൂന്നാമത്തത് ലൈല, നമ്മുടെ ശ്വേത മേനോനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ശ്വേത ഇങ്ങനെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്ത ഒരു ക്യാരക്ടർ പോലെയാണ് എനിക്ക് ഈ സീരീസിൽ തോന്നിയത്. അഭിനയമൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഈ സീരീസിൽ ഏറ്റവും സബ്മിസീവായ വളരെ സോഫ്റ്റ് ആൻഡ് ടെൻഡറായിട്ടുള്ള ക്യാരക്ടറായിട്ട് വരുന്നത് നിരഞ്ജനയാണ്. സൗത്രി എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. എനിക്ക് ശരിക്കും നിരഞ്ജനെ കണ്ടിട്ട് കുറച്ച് കാലമായപ്പോൾ ഈ സീരീസിൽ നിരഞ്ജന ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറിയ സ്ട്രോക്സിലാണ് അതിൻ്റെ ഇമോഷൻസൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത്. വളരെ നീറ്റായിട്ടാണ് അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത്.
അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. ചെറിയ ഇതുകളാണ് ഇതിൽ തന്നെ ഇവരുടെ അച്ഛനും അമ്മയായിട്ട് ശ്രീകാന്തും രശ്മി ഭവനും ചെറിയ റോളിൽ വരുന്നുണ്ട്. രണ്ടുപേരും ക്യാരക്ടറിനെ ആപ്റ്റായിരുന്നു. പിന്നീട് വരുന്ന ആളാണ് തങ്കം. തങ്കം എന്ന് പറയുന്നത് ഈ എപ്പിസോഡാണ് കേട്ടോ ഈ വെബ് സീരീസിൽ എനിക്ക് ഏറ്റവും ലൈവായിട്ട് തോന്നിയിട്ടുള്ള ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. വളരെ എൻഗേജിങ് ആയിരുന്നു. വളരെ എന്താ പറയുക, ഒരു ഇൻഫ്യൂസിങ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു എപ്പിസോഡായിരുന്നത്. അപ്പോൾ ഇതിൽ കൈനകരിക്കാരുടെ വളരെ വേണ്ടപ്പെട്ട ആളായിട്ടാണ് തങ്കം നിൽക്കുന്നത്. അപ്പോൾ തങ്കത്തിനൊരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ വരുമ്പോൾ തങ്കത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാഗേന്ദ്രനെ ഇവിടെ എത്തിക്കുന്നത് സോമൻ. അപ്പോൾ എനിക്ക് കനി കുസൃതിയാണ് ഈ റോള് ചെയ്യുന്നത്. എനിക്ക് കനീനെ ഈ റോളിൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു ഫ്രഷ് ഫീൽ ഈ ക്യാരക്ടറിൽ കനിക്ക് കൊണ്ടുവരാൻ പറ്റിയ പോലെയാണ് തോന്നിയത്. കാരണം കനി ഇങ്ങനത്തെ സിമിലർ റോൾസ് മുന്നേ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ അല്ലെങ്കിലും ഇതിൻ്റെ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും കാണാത്ത തരത്തിലുള്ള വളരെ ലൈവായിട്ടുള്ളൊരു ഫീല് എനിക്ക് കനി ഈ ക്യാരക്ടർ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. വളരെ നന്നായിട്ടാണ് തോന്നിയത്. പിന്നെ വരുന്ന ആളാണ് മൊഴി തമിഴ് നടിയായിട്ടുള്ള അമ്മു അഭിരാമിയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള നല്ലൊരു ആക്ട്രസ്സാണ്. വളരെ ചെറിയ ഷോർട്സിലാണ് വരുന്നത്, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പെർഫോമൻസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കിതിൽ മെയിൽ ആക്ടേഴ്സൊക്കെ ഒന്ന് നോക്കാം. സുരാജ് മാക്സിമം സുരാജിൻ്റെ യൂഷ്വലായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒന്നുമില്ലാതെ അതെല്ലാം വളരെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഈ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് കൊണ്ടുവരാനായിട്ട് മാക്സിമം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും സുരാജിൻ്റെ എക്സ്പ്രഷൻസ് ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് ഷോട്ടിലാണ് കേട്ടോ. അതൊരു ക്ലാസിക് ഷോട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇതിലത്തെ ഈ സീരീസിലെ ടോപ്പ് പെർഫോമർ ആരാന്ന് ചോദിച്ചാൽ ഈ സോമൻ. നമ്മൾ ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ കാണുന്ന ഒരു ക്യാരക്ടറിൻ്റെ കംപ്ലീറ്റ് എസെൻസ്, ഇത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കംപ്ലീറ്റ് എസെൻസ് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പ്രശാന്ത് അലക്സാണ്ടറിന്. പ്രശാന്തിൻ്റെ നല്ല ആക്ടിംഗ് ആണ്. ടോപ്പ് പെർഫോമർ എന്തായാലും പ്രശാന്ത് തന്നെയാണ്. പിന്നീടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഷാജോണാണ്. അപ്പോൾ ഷാജോൺ ഒരു ചെറിയ റോളിലാണ് വരുന്നത്. അല്ല, ചെറുതല്ല, കുറച്ച് എക്സ്റ്റെൻസീവായ റോളാണ്. പക്ഷേ ഷാജോണും ഇതുപോലെ തന്നെ ഷാജോണിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറിയിട്ട് കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇമ്പ്രസീവാണ് ഷാജോണിൻ്റെ ക്യാരക്ടർ ഇതിൽ. അങ്ങനെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആരെയും മോശം പറയാൻ പറ്റില്ല. എല്ലാവരും നന്നായിട്ടാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് സത്യമായി ഈ സീരീസിനെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതിൽ ഈ എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ ഒരുപോലെ വളരെ സോളിഡായിട്ടുള്ള പെർഫോമൻസസ് കൊടുത്തത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നാഗേന്ദ്രൻ ഹണിമൂൺസിൻ്റെ മറ്റൊരു ബാക്ക് ബോണാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടീം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ ഫ്രെയിമും വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. എൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നിഖിലാണ്. അതുപോലെ തന്നെ കമൻറ്റബിൾ ആയിട്ടുള്ള ഒരു ജോബാണ് പീരീഡ് സെറ്റിംഗ് ചെയ്തിട്ടുള്ള സുരേഷ് കൊല്ലം ചെയ്തിട്ടുള്ളത്. ഇത്ര റിയലായിട്ട് ഞാൻ അടുത്ത കാലത്തൊന്നും സെറ്റുകൾ കണ്ടിട്ടേ ഇല്ല. ആ 70s ഒരു പീരീഡ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമുക്ക് എല്ലാ രീതിയിലും ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു സെറ്റിങ്ങാണ് കേട്ടോ ഈ സീരീസിലുള്ളത്. അതുപോലെ തന്നെ വളരെ യുണീക്കായൊരു മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. ഒരുപാട് ട്യൂൺസും സോങ്സൊക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി കേട്ടിട്ടുള്ള ഒരുപാട് സോങ്സിൻ്റെ ഒരു ഫ്യൂഷൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല ക്യാരക്ടേഴ്സിൻ്റെയും പാസ്റ്റ് ലൈഫൊക്കെ കാണിക്കുന്ന സമയത്ത് ഡയലോഗില്ല. ഈ സ്കോർ ഇട്ടുകൊണ്ടാണ് അതിൻ്റെ ഇമോഷൻസ് മുഴുവനും നമ്മൾക്ക് കൺവേ ചെയ്യുന്നത്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സീരീസിനെ കുറിച്ച് എനിക്ക് തോന്നിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റും കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഈ റിവ്യൂ അവസാനിപ്പിക്കാം. അതായത് ഈ സീരീസിലെ എപ്പിസോഡ്സൊക്കെ കുറച്ച് സ്ലോ പേസിലാണ് പോകുന്നത്. ഈ സീരീസിൽ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യിക്കുന്നൊരു രീതി അത്ര എക്സ്റ്റെൻസീവ് അല്ല.
പിന്നെ ഈ സീരീസിൻ്റെ ഓവറോൾ ഒരു 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 പോർട്രയൽ സ്റ്റൈൽ, ഒരു ഡയറക്ഷൻ സ്റ്റൈലൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ്. അപ്പോൾ ഇത് എല്ലാവരെയും പ്ലീസ് ചെയ്യിക്കുന്ന ഒരു എൻ്റർടൈനർ ആവണം എന്നില്ല. എനിക്ക് പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ, ഇതിലെ പെർഫോമൻസസും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ ഈ സീരീസിൻ്റെ ഒരു സ്ട്രക്ചർ എനിക്ക് കുറേ കാലത്തിന് ശേഷം എനിക്കൊരു ഒരു ഒരു സീരീസാണെന്നൊരു തോന്നിയില്ല. ഒരു സിനിമാറ്റിക് ഒരു ഫീലാണ് എനിക്ക് ഈ സീരീസ് തന്നത്. എനിക്ക് ഈ സീരീസ് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ കമൻസിൽ പറയുക. നമുക്ക് വേറൊരു സിനിമയായിട്ടോ സീരീസായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.